നമുക്കിന്ന് മെഹന്തി ഡിസൈൻസിൻ്റെ ഡേ 5 നോക്കിയാലോ. ഡേ 4 നമ്മൾ കുറച്ച് ഫ്ലവേഴ്സ് ആയിരുന്നല്ലോ ഞാനും നിങ്ങളുമൊക്കെ വരയ്ക്കാൻ പഠിച്ചിട്ടുണ്ടായിരുന്നത്. ഡേ 5 ആ ഫ്ലവേഴ്സിൻ്റെ ഇതളുകളും ഫ്ലവേഴ്സും ഒക്കെ യൂസ് ചെയ്തുകൊണ്ടുള്ള ഇതൊക്കെയാണ് നമ്മൾ ഒരു ഡിസൈനാണ് നമ്മൾ വരയ്ക്കാൻ പോകുന്നത്. ഇനി അങ്ങോട്ട് ഡിസൈൻസ് ആയിരിക്കും കേട്ടോ. ആദ്യം തന്നെ ഞാൻ നിങ്ങളുടെ അടുത്ത് വലിയൊരു സോറി പറയുകയാണ്. എൻ്റെ വീഡിയോ എടുക്കുന്നത് രാത്രിയിലാണ്, അതുകൊണ്ട് തന്നെ വീഡിയോയ്ക്ക് ക്ലാരിറ്റി ഉണ്ടാവില്ല. പിന്നെ ഈ വീഡിയോ എടുക്കുന്നത് അമ്മയാണ്, അപ്പോൾ വീഡിയോയ്ക്ക് ചെറുതായിട്ടുള്ള ഇളക്കമോ കുലുക്കങ്ങളോ ഒക്കെ ഉണ്ടാവും. അപ്പോൾ നിങ്ങളതൊക്കെ ഒന്ന് ക്ഷമിക്കുക കേട്ടോ. അപ്പോൾ നമുക്ക് തുടങ്ങാം. ആദ്യം നമ്മൾ ഇതേപോലെ ഒരു വട്ടം വരയ്ക്കുക, എന്നിട്ട് നായയുടെ ഇതള് വരച്ചു കൊടുക്കുക. അതെനിക്ക് ഇവിടെ മൊത്തവും ആവാത്തതുകൊണ്ട് ഞാൻ സൈഡിലോട്ട് ഒരു പോലെയല്ല, അതൊന്ന് കൂട്ടിമുട്ടിക്കാനായിട്ട് ഞാൻ കാണിച്ചു വെച്ചതാണ് അതെന്ന് പറയുന്നത്. പിന്നെ നമ്മൾ ഇതേപോലെ കുറേ ഹമ്പുകൾ അതിൻ്റെ മണ്ടയ്ക്ക് കൂടെ വരച്ചു കൊടുക്കുക. മാക്സിമം കൈയെടുക്കാണ്ട് വരയ്ക്കാമെന്നാണ് കേട്ടോ എനിക്ക് പറയാനുള്ളത് നിങ്ങളുടെ അടുത്ത്. കൈയെടുക്കാണ്ട് വരയ്ക്കുമ്പോഴത്തേക്കും നിങ്ങൾക്ക് ഒരേ ഷേപ്പ് കിട്ടും. എന്താ ഞാൻ ആ പകുതിക്ക് വെച്ച് വരച്ചേക്കുന്നുണ്ടോ, ഒരേ ഷേപ്പിലും. ബാക്കിയൊക്കെ പല വഴിക്കുമാണ് നിൽക്കുന്നത്. ഞാൻ വരയ്ക്കുന്നതൊക്കെ അത്ര പെർഫെക്റ്റ് ആണെന്നൊന്നും ഞാൻ പറയുന്നില്ല കേട്ടോ, കാരണം ഞാനും നിങ്ങളെപ്പോലെ വരച്ച് പഠിക്കുന്നതേ ഉള്ളൂ. ഓക്കെ, അത് മൊത്തം നമ്മൾ വരച്ച് കഴിഞ്ഞതിന് ശേഷം ജിലേബി പോലത്തെ സാധനം നമ്മളങ്ങ് വരച്ച് കൊടുക്കുക. അത് മാക്സിമം അതിന് ചുറ്റും അങ്ങ് വരച്ച് കൊടുക്കുക. എൻ്റെ ഇപ്പം കൊറോണത്തിന് ചുറ്റിക്കെട്ട് കൂടുതലുണ്ട്, കൊറോണത്തിന് ചുറ്റിക്കെട്ട് കുറവാണ്, ചിലത് ഭയങ്കര വലുതാണ്, ചിലത് വളഞ്ഞു പോയി, അങ്ങനെയൊക്കെയാണ് നിൽക്കുന്നത്. അത് നമ്മൾ വരച്ച് വരുമ്പോഴേ റെഡി ആവുള്ളൂ. നമുക്ക് എന്തായാലും ഡെയിലി ഒരു പ്രാക്ടീസ് വേണം. എൻ്റെ മൈലാഞ്ചി തീരാറായിട്ടുണ്ട് കേട്ടോ, അതിൻ്റെയൊക്കെ കൂടി ഇത് കാണിക്കുന്നുണ്ട്. പിന്നെ നമ്മൾ നേരത്തെ വരച്ചു കൊടുത്ത പോലെ തന്നെയുള്ള ഇത് വരച്ചു കൊടുക്കുക എന്നാണ് എനിക്ക് പറയാനുള്ളത്. ഹമ്പുകൾ അത് തന്നെ നമ്മളങ്ങ് മൊത്തം വരച്ചു കൊടുത്തുകൊണ്ടിരിക്കുക ആ ഒരു റൗണ്ടിന്. അതായത് നമ്മൾ ആ ജിലേബികൾ വരച്ച് കൂട്ടി വെച്ചേക്കുന്ന അത്രയും തന്നെ വരച്ച് വയ്ക്കുക. എനിക്കിവിടെ മൊത്തവും 9 ചുറ്റിക്കെട്ട്, ഞാൻ ജിലേബി എന്ന് പറയുന്ന സാധനം, അത് 9 എണ്ണമാണ് എനിക്ക് വരയ്ക്കേണ്ടി വന്നിട്ടുള്ളത്. നിങ്ങൾ വരയ്ക്കുന്ന പൂവിൻ്റെ ആദ്യം വരച്ചേക്കുന്ന പൂവിൻ്റെ വലിപ്പം അനുസരിച്ച് അത് കൂടിയും കുറഞ്ഞിട്ടും ഒക്കെ ഇരിക്കും കേട്ടോ. എനിക്കിപ്പോഴും പറയാനുള്ളത് മാക്സിമം കൈയെടുക്കാണ്ട് വരയ്ക്കുക. എനിക്ക് ഇതെൻ്റെ കൈയൊക്കെ എന്തോ വിറയ്ക്കുന്നതും കാര്യങ്ങളൊക്കെ ഉണ്ടായിരുന്നു കേട്ടോ. അത് ആ വീഡിയോ നിങ്ങൾക്ക് ശ്രദ്ധിക്കുമ്പോൾ ചിലപ്പോൾ മനസ്സിലാവും. എനിക്ക് തോന്നുന്ന വീഡിയോയിൽ മനസ്സിലാവാനുള്ള ചാൻസ് ഇല്ല. ഇതിൽ പിന്നെ പൂക്കൾ ഞാൻ വരച്ചിട്ടുള്ളതിൽ ചിലതിന് വലിപ്പം കൂടിയും കുറഞ്ഞിട്ടൊക്കെ ഇരിക്കുന്നുണ്ട് കേട്ടോ. അതൊന്നും നമ്മൾ കാര്യമാക്കണ്ട. അതിന് ശേഷം അതിൻ്റെ ഓരോ പൂവിൻ്റെയും മുകളിലായിട്ട് ഇതേപോലെ 3 കുത്തുകൾ ഇട്ട് കൊടുക്കുകയാണ് ചെയ്യുന്നത്. അതും ഇടുമ്പോൾ ശ്രദ്ധിക്കുക. പിന്നെ ഞാൻ ഇതിൽ പറയേണ്ട ഒരു കാര്യം, എൻ്റെ ചില ഇതളുകൾ പൂക്കൾ വരച്ചപ്പോൾ ഉണ്ടായിരുന്ന ഇതളുകൾ അതൊക്കെ കൂട്ടിമുട്ടുന്നുണ്ട്. അപ്പോൾ അത് നിങ്ങളൊന്ന് ശ്രദ്ധിക്കുക കേട്ടോ. കുറച്ച് അകത്തി വരയ്ക്കാനായിട്ട് ശ്രദ്ധിക്കുക. വീഡിയോ നന്നായിട്ട് ഷെയ്ക്ക് ആവുന്നുണ്ട്. ഇത് രാത്രി എടുത്തുകൊണ്ട് തന്നെ നമ്മളുടെ വീടിൻ്റെ അവിടെ നല്ല കൊതുകാണ്. അവനെ കൊതു കുത്തിയിട്ടാണ് ആ വീഡിയോ ഷെയ്ക്ക് ആവുന്നത്. പിന്നെ ഈ വീഡിയോസൊക്കെ ഇടാൻ ലേറ്റ് ആവുന്നത് എൻ്റെ എക്സാമും നോട്ട് എഴുത്തും കാര്യങ്ങളും ഒക്കെ ആവുന്നത് കൊണ്ടാണ് കേട്ടോ, വേറെ ഒന്നും കൊണ്ടല്ല. അതൊക്കെ ഒന്ന് തീർന്നൊന്ന് ഫ്രീ ആകുമ്പോഴത്തേക്കും ഞാൻ എന്തായാലും ഡെയിലി വീഡിയോസ് അപ്ലോഡ് ചെയ്യുന്നതാണ്. അതിൻ്റെ മുകളിൽ നമ്മൾ ഇട്ട് കൊടുത്ത കുത്തുകൾ നമ്മൾ എന്ത് ചെയ്യുന്നതെന്ന് വെച്ചാൽ അത് ഡ്രോപ്സ് ആക്കി കൊടുക്കുകയാണ് ചെയ്യുന്നത്. അത് 3ഉം കൂടെ ഒരൊറ്റ ബിന്ദുവിലേക്ക് കേന്ദ്രീകരിച്ചിട്ട് നമ്മൾ വരയ്ക്കുകയാണ് ചെയ്യുന്നത്. മാത്സ് ക്ലാസ് പോലെ ആയല്ലേ, സോറി കേട്ടോ. ഓക്കെ, ഇനി അതിന് ശേഷം അതിൻ്റെ ആ ഗ്യാപ്പുകളിൽ നമ്മൾ നേരത്തെ വരച്ചതുപോലെ തന്നെ പൂക്കൾ വരച്ചു കൊടുക്കുകയാണ് ചെയ്യുന്നത്. ആദ്യം ചുറ്റിക്കെട്ട് ജിലേബി പോലത്തെ സാധനം വരയ്ക്കുക, അതിൻ്റെ പുറത്തുകൂടെ ഹമ്പുകൾ വരയ്ക്കുകയാണ് ചെയ്യുന്നത്. അതേപോലെ തന്നെ അതിൻ്റെ താഴത്തേക്കും ഞാൻ ചുറ്റിക്കെട്ട് വരച്ച് അതിൻ്റെ പുറത്ത് അതിന് ചുറ്റും ഹമ്പുകൾ വരച്ച് കൊടുത്തിട്ടുണ്ട്. അത് നിങ്ങൾക്ക് ഓപ്ഷണലാണ്. അത് ഞാൻ എൻ്റെ ആ ഒരു ഇതിന് എങ്ങനെ ഇരിക്കും എന്നറിയാൻ വേണ്ടിയിട്ട് ഞാൻ ചെയ്തതാണ്. പക്ഷെ അങ്ങനെ വരയ്ക്കണ്ടായിരുന്നു എന്നാണ് എനിക്കിത് കണ്ടപ്പോഴത്തേക്ക് എനിക്ക് തോന്നിയത്. പക്ഷേ കുഴപ്പമില്ല, നമ്മൾ വരച്ച് പോയില്ലേ. ഇപ്പം ഞാൻ ഇവിടെ പൂക്കൾ വരച്ചതിന് പകരം നിങ്ങളുടെ കയ്യിൽ സ്വന്തമായിട്ട് വേറെ എന്തെങ്കിലും ഒരു ഐഡിയാസ് ഉണ്ടെങ്കിൽ നിങ്ങൾക്ക് അത് യൂസ് ചെയ്യാൻ പറ്റുന്നതാണ് കേട്ടോ. മാക്സിമം നിങ്ങളുടെ കയ്യിൽ എന്തെങ്കിലും ഒരു വരയ്ക്കാമെന്നുള്ള പ്ലാൻ ഉണ്ടെന്നുണ്ടെങ്കിൽ അതങ്ങ് വരയ്ക്കാനാണ് എനിക്ക് മാക്സിമം പറയാനുള്ളത്. ഞാൻ വരയ്ക്കുന്ന ഡിസൈൻസ് തന്നെ വരയ്ക്കണം എന്നൊന്നും യാതൊരു നിർബന്ധവും ഇല്ല കേട്ടോ. അങ്ങനെ നമ്മൾ 2 സൈഡ് ആ പൂക്കൾ വരച്ചിട്ടുണ്ട്. ഇനിയിപ്പോൾ അടുത്ത സൈഡ് നമ്മൾ വരയ്ക്കുകയാണ് ചെയ്യുന്നത്. ആ 2 സൈഡും 2 തരത്തിലാണ് ആ
പൂക്കളിടുന്നത്. ഒരെണ്ണം അടുത്തും ഒരെണ്ണം അകന്നും ഒരെണ്ണം വലുത് ചെറുത് ഇപ്പോൾ വരയ്ക്കുന്നതൊക്കെ അത്യാവശ്യം ചെറുതായിട്ടൊക്കെയാണ് തോന്നുന്നത്. നിങ്ങൾക്ക് ഈ വീഡിയോ കാണുമ്പോൾ തോന്നുന്നതല്ല, അതങ്ങനെയാണ്. നിങ്ങൾക്ക് ഈ വീഡിയോ കാണുമ്പോൾ തന്നെ നിങ്ങൾക്ക് മനസ്സിലാവുന്നുണ്ടാവും അല്ലേ. നമ്മളുടെ വീഡിയോയ്ക്ക് എന്തെങ്കിലും ചേഞ്ച് വരുത്തണം എന്നുണ്ടെങ്കിൽ നിങ്ങൾക്കത് നമ്മളുടെ അടുത്ത് തുറന്ന് പറയാവുന്നതാണ്. ഞങ്ങളുണ്ടാവുമെന്ന് അറിയാം, കാരണം നമ്മൾക്ക് ലൈറ്റും സ്റ്റാൻഡും ഒന്നുമില്ല. അമ്മ തന്നെയാണ് എടുക്കുന്നത്. അമ്മയ്ക്ക് പറ്റുന്ന പോലെയാണ് കേട്ടോ അമ്മ എടുക്കുന്നത്. പിന്നെ നമ്മളുടെ യൂട്യൂബ് ചാനലിൽ ഹെയർ ഗ്രോത്തിൻ്റെ വീഡിയോസൊക്കെ ഞാൻ ഇടുന്നുണ്ട്. ഇപ്പോൾ ഒരു വീഡിയോ ഇട്ടിട്ടുള്ളൂ. ശനിയാഴ്ചയോ ഞായറാഴ്ചയോ ആയിട്ട് എല്ലാ വീക്കിലും ആ വീഡിയോ വരുന്നതായിരിക്കും കേട്ടോ. അപ്പം അതെല്ലാവരും ഒന്ന് കയറി കാണാം. എൻ്റെ മുടി എങ്ങനെയാണ് വളരുന്നതെന്നുള്ളതും പിന്നെ മുടി വളരാൻ ആഗ്രഹമുള്ളവരും ആ വീഡിയോസിൻ്റെ ഒപ്പം വരുവാണെങ്കിൽ നിങ്ങൾക്ക് നിങ്ങളുടെ റിസൾട്ടും അതേപോലെ തന്നെ നിങ്ങൾക്കിപ്പോൾ വിശ്വാസം വന്നില്ല എന്നുണ്ടെങ്കിൽ എൻ്റെ മുടിക്കുണ്ടാകുന്ന റിസൾട്ടും നിങ്ങൾക്ക് കാണാൻ പറ്റുന്നതാണ്. അപ്പോൾ അതെല്ലാവരും ഒന്ന് കയറി കാണാമെന്ന് ഞാൻ നിങ്ങളുടെ അടുത്ത് റിക്വസ്റ്റ് ചെയ്യണത്. പിന്നെ ഞാൻ മൈലാഞ്ചിയൊക്കെ വരയ്ക്കുകയാണ്. കണ്ടോ, വന്നപ്പോൾ അതിങ്ങനെ ചെറുതായി പോകുന്നുണ്ടായിരുന്നു. കാരണം എനിക്ക് നല്ല മടിയുള്ള കൂട്ടത്തിലാണ്. എങ്ങനെയൊക്കെ എത്രയൊക്കെ നന്നായിട്ട് ചെയ്തു എന്ന് ഞാൻ പറഞ്ഞാലും മെടക്കൊക്കെ ഞാൻ കയറി അങ്ങ് കോളാക്കും. കാരണം ഞാനിത് ഒത്തിരി വരച്ചിട്ടാണ് ഇങ്ങനെയെങ്കിലും ഇത് ഇത്രയും ഇച്ചിരിയെങ്കിലും ഭംഗിയിലിരിക്കുന്നത്. അപ്പം എനിക്ക് ഇതൊക്കെ ചെയ്ത് വരുമ്പോഴത്തേക്ക് എനിക്ക് അത്യാവശ്യം നല്ല മടിയാകും കേട്ടോ. നമ്മൾ മാക്സിമം മടി മാറ്റി വയ്ക്കാനായിട്ട് ശ്രമിക്കുക. പക്ഷെ എൻ്റെ കാര്യത്തിൽ ശ്രമിക്കൽ മാത്രമേ ഉള്ളൂ, എനിക്ക് മാറുന്നുണ്ടായിരുന്നില്ല മടി. പിന്നെ ഞാൻ ഈ വരയ്ക്കുന്നതിനനുസരിച്ച് ആ ബുക്ക് ഇങ്ങനെ ചരിച്ച് കൊണ്ടുവരുന്നുണ്ടായിരുന്നു. നമ്മൾ കയ്യിലരിക്കുമ്പോൾ കൈ നമ്മുടെ ഇഷ്ടത്തിന് ചരിച്ചെത്തിക്കാൻ പറ്റില്ല കേട്ടോ. അപ്പോൾ അതുകൊണ്ട് മാക്സിമം നിങ്ങൾ ചരിക്കാണ്ടിരിക്കാൻ നോക്കുക. ഞാനിപ്പോൾ പഠിക്കുന്നല്ലേ ഉള്ളൂ എന്നുള്ള ഇതിൽ വെച്ച് ചെയ്യുകയാണ്. ഓക്കെ, അപ്പോൾ ഇതിൻ്റെ ഫൈനൽ ലുക്ക് നമ്മളുടെ വീഡിയോയുടെ അവസാനം ഉണ്ടാവും. അപ്പോൾ എല്ലാവരും അവസാനം വരെ കാണുക. അപ്പോൾ നമ്മളുടെ വീഡിയോസൊക്കെ നിങ്ങൾക്ക് ഇഷ്ടമാണെന്ന് ഞാൻ വിശ്വസിക്കുന്നു. അപ്പോൾ നിങ്ങൾ എന്നെ ഒന്ന് സപ്പോർട്ട് ചെയ്യുക. നിങ്ങളുടെ സപ്പോർട്ട് ഉണ്ടെങ്കിൽ മാത്രമേ എനിക്ക് മുന്നോട്ട് പോകാനായിട്ട് പറ്റുള്ളൂ. ലാസ്റ്റ് അത് ഇങ്ങനെയാണ് കേട്ടോ ഇരിക്കുന്നത്. അപ്പോൾ നിങ്ങൾക്ക് എൻ്റെ ചാനൽ ഇഷ്ടപ്പെടുകയാണെങ്കിൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യുക, സപ്പോർട്ട് ചെയ്യുക. അപ്പോൾ ഇത്രയേ ഉള്ളൂ. ഓക്കെ, ബൈ.